സ്ഥലല്ലേ? ആ സ്ഥലത്തിൻ്റെ പേര് യോഗ്യകർത്താന്നാ. ഞാൻ മുന്നേ ആ സ്ഥലത്തേക്ക് പോയിണ്ടല്ലോ. ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്, അത് ഉറപ്പാ. എടാ പിഞ്ചാനെ, വണ്ടി വളയ്ക്കുമ്പോഴേ ഒന്ന് മിറർ നോക്കണത് നല്ലതാ. പറയാൻ പറ്റില്ല, ഈ വണ്ടിക്ക് നല്ല വീൽ ബേസ് ഉണ്ട്, ചിലപ്പോൾ സൈഡിൽ തട്ടും. അതുകൊണ്ട് മിറർ നോക്കാൻ പറയണേ. ആ അണ്ണാ, ഞാനിവിടെ മിററൊക്കെ നോക്കുന്നുണ്ട്, തട്ടാണ്ട് ഞാൻ നോക്കിക്കോളാം. എടാ പിഞ്ചാനെ, നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കണ്ടേ? ഈ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നു നമുക്ക് നോക്കി നോക്കാം. ഏയ് അത് വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ആദ്യം മര്യാദയ്ക്ക് വണ്ടി ഓടിക്ക്. ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ പിഞ്ചാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട് കേട്ടാ. ഷിൻചാൻ്റെ പോലെയല്ല, കുറച്ച് ശ്രദ്ധയുണ്ട്. എടാ പിഞ്ചാനെ, കുറച്ചൊക്കെ സ്പീഡിൽ പോവാം. ഞാൻ പതുക്കെ പോവാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് തീരെ പതുക്കെ പോവല്ലേ. ഇച്ചിരി സ്പീഡിൽ പോ, മാക്സിമം ഒരു 120, അത്ര മതി. ഇവിടെ പിന്നെ റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നീ സ്പീഡിൽ പൊക്കോ. തിരക്കുണ്ടെങ്കിൽ പിന്നെ സ്പീഡ് കുറയ്ക്ക്, അന്നേരം സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, റോഡ് ഓൾമോസ്റ്റ് കാലിയാണ്. അണ്ണാ അതെ, ഈ വണ്ടിക്ക് തീരെ പിക്കപ്പില്ല, 100-ലൊക്കെ പതുക്കെ എത്തണേ. ഈ വണ്ടി വില കയറില്ല. എടാ പിഞ്ചാനെ, ഇത് സർക്കാരിൻ്റെ വണ്ടിയാ, ഇവർ ചിലപ്പോൾ സർവീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിന്നെ സിഗ്നൽ ഉണ്ട്, നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണ്ടേ. പതുക്കെ അങ്ങ് റൈറ്റിലേക്ക് എടുക്കുക. വണ്ടി തട്ടിയ നീ അപ്പം മിററൊന്നും നോക്കിയില്ലേ? അതാ ഇന്നോവക്കാരൻ വന്ന് താങ്ങിയതാ, ഞാൻ മര്യാദയ്ക്ക് തന്നെ വളച്ച. വണ്ടിയുടെ ഹെൽത്ത് ഒന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി. ഇവിടെ പിന്നെ മുമ്പിൽ റെഡ് സിഗ്നൽ ഉണ്ട്. ശരിക്കും ഇവിടെ റെഡ് സിഗ്നൽ നിർത്തേണ്ട ആവശ്യമില്ല. മുമ്പിൽ ആ കാറുകാരൻ നിർത്തിയ കാരണമാണ് നമുക്ക് നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ സുഖമായിട്ട് കടന്ന് പോവായിരുന്നു. എടാ പിഞ്ചാനെ, നീ ഒരു കാര്യം ചെയ്യ്, ആ കാറുകാരനെ എങ്ങനെയെങ്കിലും ഓവർടേക്ക്, അല്ലെങ്കിൽ എല്ലാ സിഗ്നലിലും നിൽക്കേണ്ടി വരും. ആ അണ്ണാ, ഞാനിപ്പോൾ തന്നെ ഓവർടേക്ക് ചെയ്യാം. ഇതെന്തത്, അയാൾ കയറിപ്പോയില്ലോ. ഈ വണ്ടിക്ക് സ്പീഡും ഇല്ല, പിക്കപ്പും ഇല്ല, ബ്രേക്കും ഇല്ല, വളച്ച വളയൂല, സർവീസും ചെയ്യില്ല. ഇത് എന്തൊട്ട് വണ്ടിയത്? എടാ പിഞ്ചാനെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വണ്ടി ഇങ്ങനെ പോവുള്ളൂ. അടുത്ത പ്രാവശ്യമേ ഞാൻ നിനക്ക് ടാറ്റയുടെ KSRTC തരാം, അത് ഓടിച്ചു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടാവും. ആ വണ്ടി നൈസാണ്. ടാറ്റയുടെ KSRTC? അതിൽ